ലേണിംഗ്. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പോൾ ഇതാ മക്കളെ, നമ്മുടെ EVSന്റെ പരീക്ഷ ഇതാ ഇങ്ങ് എത്തി. നമുക്കിനി അധികം സമയമൊന്നുമില്ല. നമുക്ക് അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് തന്നെ നമുക്ക് EVSൽ വാങ്ങിക്കണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട എല്ലാ എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ റെഡി അല്ലേ? എങ്കിലിതാ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. റൈറ്റ് ദ കളേഴ്സ് ദാറ്റ് ആർ സീൻ ഇൻ ദ സിഗ്നൽ ലൈറ്റ്. വാട്ട് ഡസ് ഈച്ച് കളർ ഇൻഡിക്കേറ്റ്? അതായത് സിഗ്നൽ ലൈറ്റിൽ കാണുന്ന നിറങ്ങൾ എഴുതുക. ഓരോ നിറവും എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് എഴുതാനാണ് പറയുന്നത്. അപ്പം നമ്മുടെ സിഗ്നൽ ലൈറ്റിൽ നമ്മൾ കുറേ നിറങ്ങൾ കാണാറുണ്ട്. ആ കളറുകൾ ഏതൊക്കെയാണ്, അത് എന്തൊക്കെ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ് നോക്കിക്കേ, നമുക്ക് ആദ്യം വെഹിക്കിൾസിൻ്റെ വാഹനങ്ങളുടെ സിഗ്നൽ ലൈറ്റ് നോക്കാം. അപ്പം അതിൽ റെഡ് കളർ അഥവാ ചുവപ്പ് നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സ്റ്റോപ്പ്, അതായത് നിർത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ചുവപ്പ് ലൈറ്റ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? വണ്ടി സ്റ്റോപ്പ് ചെയ്യണം, വാഹനങ്ങൾ നിർത്തണം. അതാണ് റെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റ് സ്റ്റോപ്പ് അല്ലേ. ചുവപ്പ് നിറം നിർത്തുക എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് കളർ എന്താണ്? യെല്ലോ ലൈറ്റ് ആണല്ലേ, നല്ല മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രൊസീഡ് വിത്ത് കോഷൻ അഥവാ തയ്യാറാകുക, മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറാകുക എന്നാണ് ഏത് കളർ സൂചിപ്പിക്കുന്നത്? നമ്മുടെ യെല്ലോ ലൈറ്റ് അഥവാ നമ്മുടെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഗ്രീൻ, നമ്മുടെ പച്ച നിറമാണ്. പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രൊസീഡ്, എന്താണ്? മുന്നോട്ട് പോകുക. അപ്പൊ ചുവപ്പ് ലൈറ്റ് കണ്ടാൽ നമ്മൾ നിർത്തണം, മഞ്ഞ ലൈറ്റ് കണ്ടാൽ പോകാൻ വേണ്ടി തയ്യാറാകണം, ആൻഡ് പച്ച ലൈറ്റ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. അതാണ് നമ്മുടെ ഈ 3 ലൈറ്റും സിഗ്നൽ ലൈറ്റിലുള്ള 3 കളറുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി വെഹിക്കിൾസിന് മാത്രമല്ല നമ്മുടെ പെഡസ്ട്രിയൻസ് കാൽനട യാത്രക്കാർക്കും ഇതേപോലെ സിഗ്നൽ ലൈറ്റുകളുണ്ട്. അതിലും ഇതേപോലെ ചുമപ്പ് ലൈറ്റാണ് കാണുന്നതെങ്കിൽ, ഒരു ചുമപ്പ് മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നത് പോലുള്ളതാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം സ്റ്റോപ്പ്, നിൽക്കുക എന്നാണ്. ആൻഡ് പച്ച മനുഷ്യനെ കാണുകയാണെങ്കിൽ, പച്ച ലൈറ്റുള്ള ഒരു മനുഷ്യൻ നടക്കുന്നത് പോലെ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? മുന്നോട്ട് പോകുക എന്നാണ്. അപ്പോൾ ഈ കളർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കളറും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക? കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഭൂമിയിൽ രാവും പകലും അനുഭവപ്പെടുന്ന ചിത്രമാണിത്. ചിത്രത്തിൽ സൂര്യന്റെ സ്ഥാനം വരച്ചു ചേർക്കുക. ദിസ് ഈസ് ദ ഇമേജ് ദാറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൺ എർത്ത് ആസ് ഡേ ആൻഡ് നൈറ്റ്. ഡ്രോ ആൻഡ് ആഡ് ദ പൊസിഷൻ ഓഫ് സൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഭൂമിയിൽ രാത്രിയും പകലും കാണിക്കുന്ന ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇതിൽ സൂര്യന്റെ സ്ഥാനം എവിടെയാണ്, സണ്ണിന്റെ പൊസിഷൻ എവിടെയാണെന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് നമ്മുടെ സണ്ണിന്റെ പൊസിഷൻ? എവിടെയായിരിക്കും? ഇപ്പൊ നമ്മളിത് ഈ പിക്ചറിൽ നോക്കുന്ന സമയത്ത് വെളിച്ചമുള്ള ഭാഗം, അതായത് പകലായിട്ടിരിക്കുന്നത് ഈ സൈഡാണ് അല്ലേ. നമ്മുടെ എർത്തിന്റെ ഈ സൈഡിലാണ് വെളിച്ചമുള്ളത്. ഈ സൈഡിൽ എന്താണ്? ഇരുട്ടാണ്. അത് എന്തിനു സൂചിപ്പിക്കുന്നു? അപ്പൊ ഇവിടെ നൈറ്റ് ആണ്, അതായത് ഇരുട്ട് എന്ന് പറഞ്ഞ നൈറ്റ് ആണ്. ഇവിടെ എന്താണ്? ഡേ, പകൽ സമയമാണ്. അപ്പൊ പകൽ സമയമാണെങ്കിൽ നമ്മുടെ സണ്ണിന്റെ പൊസിഷൻ എവിടെയായിരിക്കും എന്ന് പറഞ്ഞേ. എവിടെയായിരിക്കും നമ്മുടെ സണ്ണിന്റെ പൊസിഷൻ? എവിടെയായിരിക്കും? ദാ ഇവിടെ ആയിരിക്കും അല്ലേ. നമ്മുടെ സണ്ണിന്റെ പൊസിഷൻ ദാ ഇവിടെ ഉണ്ടായിരിക്കുക. അപ്പം എന്താണ്? ദാ സൺലൈറ്റ് നേരെ വന്ന് ഭൂമിയിൽ പതിക്കുന്നു. അപ്പം ആ ഭാഗത്ത് പ്രകാശം ലഭിക്കുന്നു, അവിടെ പകലാകുന്നു. അപ്പം നമ്മുടെ സണ്ണിന്റെ പൊസിഷൻ എവിടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാവുന്നത്. എങ്ങനെയാണ്? ദാ സൺലൈറ്റ് വന്ന് നമ്മുടെ ഭൂമിയിൽ പതിക്കുന്ന ഭാഗം ഡേ അഥവാ പകൽ എന്നും, അതേപോലെ നമ്മുടെ സൂര്യപ്രകാശം തട്ടാത്ത ഭാഗം നമ്മുടെ നൈറ്റ് അഥവാ രാത്രിയായുമാണ് എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. പിന്നെ ഭൂമി ഇങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് രാവും പകലും എന്ത് ചെയ്യും? ഇങ്ങനെ മാറി മാറി വരും. ആ കാര്യം കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കി വെച്ചോളൂ. ഭൂമിയിൽ സൂര്യന്റെ വെളിച്ചം പതിക്കുന്ന ഭാഗങ്ങളിൽ പകലും വെളിച്ചം പതിക്കാത്ത ഭാഗങ്ങളിൽ രാത്രിയും അനുഭവപ്പെടുന്നു. സൺലൈറ്റ് തട്ടുന്ന ഭാഗത്ത് പകലും സൺലൈറ്റ് തട്ടാത്ത ഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. ഭൂമി കറങ്ങുമ്പോൾ വെളിച്ചവും ഇരുട്ടും മാറി മാറി വരുന്നു. ഇങ്ങനെയാണ് ഭൂമിയിൽ അനുഭവപ്പെടുന്നത്? രാത്രിയും പകലും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഭൂമിയിൽ രാത്രിയും പകലും അനുഭവപ്പെടുന്നതെന്ന് എന്ത് ചെയ്യുക? കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം നോക്കിക്കേ. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ദ ഫോളോവിംഗ് പ്ലേസസ് ആർ ലൊക്കേറ്റഡ്. താഴെ പറയുന്ന സ്ഥലങ്ങൾ ഏത് ജില്ലയിലാണെന്ന് കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ വളരെ പ്രശസ്തമായ ചില കേരളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് കേരളത്തിലുള്ള ഏത് ജില്ലയിലാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ സ്ഥലങ്ങൾ ഏതൊക്കെ ജില്ലയിലാണെന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ എല്ലാവരും. ഏതൊക്കെ ജില്ലയിലാണ്? ആദ്യം നമ്മുടെ കോവളമാണ്.
ആദ്യം നമ്മുടെ കോവളമാണ്. കോവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ്. ആൻഡ് നെക്സ്റ്റ് വൺ നമ്മുടെ തുഞ്ചൻ പറമ്പ്. തുഞ്ചൻ പറമ്പ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ മലപ്പുറം ജില്ലയിലാണല്ലേ. നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നമ്മുടെ ബേക്കൽ ഫോർട്ട്. നമ്മുടെ ബേക്കൽ കോട്ട നല്ല പ്രശസ്തമായ, കേരളത്തിൽ പ്രശസ്തമായ കോട്ടയാണ് നമ്മുടെ ബേക്കൽ കോട്ട. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണല്ലേ. കാസർഗോഡാണ്. ആൻഡ് നെക്സ്റ്റ് വൺ നമ്മുടെ ആതിരപ്പിള്ളി. ആതിരപ്പിള്ളി വെള്ളച്ചാട്ടമൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾ പലരും സ്കൂളിൽ നിന്നൊക്കെ പോയി കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. എവിടെയാണ് നമ്മുടെ ആതിരപ്പിള്ളി വാട്ടർഫാൾസ്? ഏത് ജില്ലയിലാണ് മക്കളെ? യെസ്, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മുടെ കാപ്പാട്. കാപ്പാട് ബീച്ചൊക്കെ അല്ലേ. കാപ്പാട് ബീച്ചൊക്കെ വളരെ ഫേമസ് ആണ്. അത് ഏത് ജില്ലയിലായിരുന്നു? നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ്. നമ്മുടെ സ്വന്തം കോഴിക്കോട് ജില്ലയിലാണ്. നെക്സ്റ്റ് തേക്കടിയാണ്. തേക്കടി എവിടെയാണ്? തേക്കടി കേരളത്തിലെ ഏത് ജില്ലയിലാണ്? നമ്മുടെ ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഇത് ഓരോന്നും ഏത് ജില്ലയിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.